ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. ആയു ബേബി നേരത്തെ എണീക്കും. ഇന്ന് അവളും കുറച്ച് ടൈം ഒന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് ഇനുമോൾ മദ്രസയിലേക്ക് പോവുകയാണ്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രസ്, കുറച്ച് നടക്കാനുള്ളൂ. 1ാം ക്ലാസ്സിലാണ് ഇനുമോൾ പഠിക്കുന്നത്. അവളുടെ കൂടെ ഇവിടെ അടുത്തുള്ളൊരു വേറൊരു മോളും കൂടെ പോകുന്നുണ്ട്. ഒരു രണ്ടാളും ഒരുമിച്ചാണ് പോണത്. അവൾ മദ്രസയിലേക്ക് പോയതിന് ശേഷം താത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പാലപ്പമാണ്. പാലപ്പവും ചിക്കൻ കുറുമയുമാണ്. മോൾ ചായ കുടിച്ചിട്ടാണ് പോയത്. ആദ്യം അവൾക്ക് ഫസ്റ്റ് 2 അപ്പം ചുട്ട് കൊടുത്തിട്ട് പിന്നെ അവളെ പറഞ്ഞു വെച്ചു. എന്നിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത്. പാലപ്പവും ചിക്കൻ കറിയും ആയിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. താത്ത അവിടെ അപ്പം ഉണ്ടാക്കി. അപ്പോഴേക്കും ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ കുറുമയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളും താത്ത അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ചിക്കൻ കുറുമയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. പാലപ്പത്തിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എനിക്ക് പേഴ്സണലായി കണ്ട ഈ പാലപ്പം ചിക്കൻ കറി നല്ല ഇഷ്ടമാണ്. പാലപ്പത്തിൻ്റെ കൂടെ എല്ലാ ഗ്രീൻ പീസ് കറി, ചട്നി, അങ്ങനത്തെ ഒക്കെ എല്ലാ കറികളിലേറെ ഇഷ്ടം എനിക്ക് ഈ ചിക്കൻ കുറുമയാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണത്. ഉണ്ടാക്കാനും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പത്തിനും തന്നെ പാലപ്പത്തിനും തന്നെ നമുക്ക് തലേന്ന് തന്നെ മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ അത് ചുട്ടാൽ മതി. പിന്നെ അത് ഇനുമോക്കും റിച്ചുവിനും ലഞ്ച് ബോക്സിലേക്കുള്ള പൊട്ടാറ്റോ ഫ്രൈ ആണ്. പൊട്ടാറ്റോ ഫ്രൈയും ചമ്മന്തിയാണ് ഇവർ കൊണ്ടുപോകുന്നത്. കുട്ടികളെ ലഞ്ച് ബോക്സ് ഞാനാണ് ആക്കി കൊടുത്തത്. റിച്ചു ആദ്യമേ പറഞ്ഞിരുന്നു അവൾക്ക് കുറച്ച് ചോറ് മാത്രം മതിയെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ ടിഫിൻ ബോക്സിലേക്ക് കുറച്ച് ചോറാക്കി കൊടുത്തു. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലാതെ അറിയില്ല. ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിലോ എൻ്റെ വീഡിയോയിലോ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി. ഇനുമോക്ക് ഇന്ന് ഉച്ച വരെ ഉള്ളൂ ക്ലാസ്. റിച്ചുട്ടന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചുട്ടന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലഞ്ച് ബോക്സ് ആക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആയു ബേബി എണീറ്റ് വന്നു. കുറച്ച് ടൈം അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചു. ആൾ രാവിലെ എണീക്കുന്നതാണെന്ന് കുറച്ച് ടൈം ഒന്ന് ഉറങ്ങി. പിന്നെ അവളെ ഇതൊക്കെ സ്വഭാവമൊക്കെ നന്നാക്കി അവൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കുകയാണ്, ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ മോക്കും ഇഷ്ടമാണ് ഈ പാലപ്പും ചിക്കൻ കറിയും. കുറച്ചൊക്കെ അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ കഴിച്ചില്ല. പിന്നെ അതാണ് പാലപ്പാണെന്ന് അറിഞ്ഞപ്പോൾ അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. കുറച്ചൊക്കെ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ അവൾ കഴിച്ചു. അവളൊന്നും കഴിക്കൂല. അപ്പോൾ അത് വെച്ചാൽ പിന്നെയും കുറച്ച് കഴിക്കുന്നത് ഈ ഒരു പാലപ്പാണ്. പാലപ്പവും കറിയാണ് അവൾക്ക് ഇഷ്ടം. അപ്പം പലതും പറഞ്ഞുകൊണ്ട് അവൾക്ക് ചായ കൊടുത്തു. ഞങ്ങൾ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിച്ചത്. ആയു ബേബിക്ക് ശരിക്കും പല്ല് വന്നിട്ടില്ല. മുൻപിൽ ചെറിയ 2 പല്ലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഇനുമോൾ മദ്രസ വിട്ട് വന്നിരുന്നു. പിന്നെ അവളെ സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവൾക്ക് കണ്ണ് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും പൗഡർ ഇട്ട് കൊടുത്തു. ഇട്ടത് കുറച്ച് കൂടിപ്പോയി. അതങ്ങോട്ട് നല്ലോണം തുടച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ കണ്ണെഴുതി കൊടുത്തു. അതിൻ്റെ ഇടയിൽ റോഹി ബേബി എണീറ്റ് വന്നിരുന്നു. എണീറ്റ് വന്നുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയണ്ടിരുന്നു. ഇവള് സ്കൂൾക്ക് പോകുന്നത് കണ്ടിട്ട് അവൾക്കും ക്ലാസ്സിലേക്ക് പോകണം. അംഗനവാടിയിലേക്ക് പിന്നെ ഫസ്റ്റ് ഡേ പോയതാണ്, പിന്നെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ താത്താൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. പിന്നെ അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് വേണം അംഗനവാടിയിലേക്ക് പോകാൻ. ഞാനിപ്പോൾ അംഗനവാടിയിലേക്ക് പോകണമല്ലോ ഇപ്പോൾ ഇഷ്ടം. ഇപ്പം ഇനിമോള് സ്കൂളിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവൾക്കും ഇപ്പോൾ സ്കൂളിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിമോൾക്കൊന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിൽ മാത്രം വരച്ച് കൊടുത്തിട്ടുള്ളൂ. അടിയിൽ വരച്ചിട്ടില്ല. അടിയിൽ വരച്ചാൽ ആകെ പരക്കും. അപ്പോൾ ഞാൻ മുകളിൽ മാത്രം ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തു. ഇനിമോൾക്ക് 2 കണ്ണിലും വരച്ച് കൊടുത്തു. അത് വരക്കണം കണ്ടിട്ട് റൂഹിമോൾക്ക് ഐലൈനർ വരക്കണം പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലിരുന്ന് കരയുണ്ടായിരുന്നു. അങ്ങനെ ഇനിമോൾ റെഡിയായി. ഇനിമോൾ സ്കൂളിലേക്ക് പോണത് ഇവിടെ ഒരു ട്രാവലർ വരും. ട്രാവലറിലാണ് ഇനിമോൾ പോണത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് പോവാണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ മദ്രസയിട്ട് വന്ന് ചായ കുടിച്ച് ഇപ്പോൾ റെഡിയായിട്ട് അവൾ പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ ഇവൾ നിന്നതാണ്. പിന്നെ അവളെ ട്രാവലർ വന്നു. അവൾ സ്കൂളിലേക്ക് പോയി. ട്രാവലറിൽ താത്ത അവളുടെ കൂടെ പോയി കൊടുത്തിരുന്നു. താത്ത അവളെ വണ്ടിയിലേക്ക് കയറ്റി കൊടുത്തു. പിന്നെ ഇനിമോൾ പോയതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. താത്തയും ഞാനും ചിഞ്ചും ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു കഴിച്ചിരുന്നത്. ചിഞ്ചുവിന് പിന്നെ ക്ലാസ് ഇല്ല, ഇനി +1 ക്ലാസ് അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പാലപ്പും ചിക്കൻ കുറുമയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ തുടങ്ങി. ഇന്നുണ്ടാക്കുന്നത് ബീഫും കപ്പയുമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കപ്പക്ക് പൂളാന്നാണ് പറയുന്നത്. പല നാട്ടിലും പലതാവും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൂളാന്നാണ് പറയല്. അപ്പോൾ ഇതിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കണതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. എടുത്തിരുന്ന വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് നോക്കിയത്. വീഡിയോ ക്ലിപ്പ് കാണാനില്ല. അപ്പോൾ ആ വീഡിയോ ഇല്ല. പിന്നെ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ബേക്കറിയും ചായയും കുടിച്ചു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.